കണ്ണാടി പൂവക്കോട് ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 13 അടിയുള്ള ശങ്കരാചാര്യ പ്രതിമ സ്ഥാപിക്കും. ഭാഗവത വൈഭവം, ശ്രീശക്തി സന്നിധാനം, ശിവമഹാപുരാണ ഏകാദശാലയജ്ഞം, പ്രതിമസ്ഥാപനം എന്നീ പരിപാടികൾ നടക്കും. പ്രതിമാസ്ഥാപനം 2026 ഫെബ്രുവരി 15 നടത്തും. ഡിസംബർ 27 മുതൽ ഭാഗവത വൈഭവവും ഫെബ്രുവരി 3 മുതൽ 14 വരെ ശ്രീശക്തി സന്നിധാനവും നടക്കും. ശനിയാഴ്ച രാവിലെ ദീപപ്രോജ്വലനവും പൂർണ്ണ ഫലസമൃദ്ധി പ്രാർത്ഥനയും യാഗശാല പ്രവേശം, ദ്വാരപൂജ, ഗണപതി പൂജ, അന്നപൂജ തുടങ്ങിയവയും നടന്നു. ഞായറാഴ്ച ഗണപതി ഹോമവും തിങ്കളാഴ്ച ചണ്ഡികാഹോമവും നടക്കും. മഹാചണ്ഡികായാഗത്തിന് കൊല്ലൂർ ശ്രീമൂകാംബിക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നിത്യാനന്ദ അടികയാണ് കാർമ്മികത്വം വഹിക്കുക. കണ്ണാടി പൂവക്കോട് ഭദ്രകാളി നാഗരാജ പരിവാര ദേവതാ ക്ഷേത്രത്തിൽ എന്നാൽ ഈ ഭദ്രകാളി എന്നാൽ എല്ലാവർക്കും ഒരു ഇമാജിനേഷൻ ഉണ്ട്. ആ ഭദ്രകാളി എപ്പോഴും രൗദ്ര സ്വരൂപത്തിലുണ്ടാവും. അത് അവൾ രൗദ്ര സ്വരൂപമല്ല, അവൾ ആക്ച്വലി മാത്ര സ്വരൂപമാണ്. ഈ ഭദ്രകാളി എന്നാൽ അത് രാക്ഷസന്മാർക്ക് മാത്രം രൗദ്ര സ്വരൂപമാണ്, ഭക്തന്മാർക്കല്ല. ഭക്തന്മാർക്ക് അത് ഒരു പ്യൂറസ്റ്റ് ഫോർം, ഒരു മാതൃസ്വരൂപിയാണ് ആ ഭദ്രകാളി. ഈ കണ്ണാടി പൂവക്കോട് ഇവിടെയുള്ള ഭദ്രകാളി ഒരു സരസ്വതി സ്വരൂപമുള്ള ഒരു ഭദ്രകാളിയാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ 3 ദിവസം, ഇന്ന് മുതൽ 3 ദിവസം 17-ാം തീയതി വരെ ചണ്ഡികായാഗ, ദുർഗായാഗ, നവഗ്രഹയാഗ ഇതെല്ലാം ചെയ്യുവാണ്. 17-ാം തീയതി ചണ്ഡികായാഗ, നവചണ്ഡികായാഗ ഇവിടെ പ്രധാനപ്പെട്ട അംശമാണ് ചെയ്യുന്നത്. ഈ ഒരു നവചണ്ഡികായാഗ എന്നാൽ 9 പാരായണങ്ങൾ, പിന്നെ ആ ഒരു സപ്തശതി പാരായണം കൊണ്ട് യാഗ ചെയ്യുന്ന ഒരു ക്രമമാണ്. ഈ ചണ്ഡികായാഗത്തിൽ കുറേ പ്രകാരങ്ങളുണ്ട്. സഗ്രാമക ചണ്ഡികായാഗ, നവചണ്ഡികായാഗ, ശതചണ്ഡികായാഗ, സഹസ്രചണ്ഡികായാഗ, ആയത ചണ്ഡികായാഗ, ഇങ്ങനെ കുറേ പ്രകാരങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ആദ്യം ചെയ്യുന്നത്, ഇത് ഒരു പുതിയ ക്ഷേത്രമായിട്ട് ഇതൊരു ലോകാർപ്പണ ചെയ്തതാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ആദ്യം നമ്മൾ നവചണ്ഡികായാഗ മൂകാംബികയിൽ എങ്ങനെ ചെയ്യുമോ അതേപോലെ ഇപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യാനുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.